മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കാനും നീക്കമുണ്ട്. നവമി ദിനേശ് തേരുന്നു. നവമി, എന്താണ് പോലീസിന്റെ നീക്കം? എപ്പോൾ മൊഴിയെടുക്കും? ഇന്ന് തന്നെ അക്കാര്യം ഉണ്ടാകുമോ? സജിത്ത്, ഇന്നലെ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പോലീസിനോട് ചൊവ്വാഴ്ച ഇതിലൊരു വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യമായി ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നൽകിയ വീഡിയോകൾ അടക്കം പരിശോധിച്ച് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹണി റോസിനെ മാത്രമല്ല മറ്റ് ചില യൂട്യൂബ് ചാനലുകളിലും ഈ അവതാരികയുടെ യഥാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള പരാമർശങ്ങൾ നടത്തുകയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഇതെല്ലാം ശേഖരിച്ച് ഈ റിപ്പോർട്ടിലടക്കം നൽകി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെയാണ് 2 പരാതികളാണ് ഹണി റോസ് പ്രധാനമായും ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയത്. ആദ്യത്തെ പരാതിയിൽ ഈ ഇനാഗുറേഷൻ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോൾ അവിടെ വെച്ച് പുരാണത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ വെച്ച് തന്നെ ഉപമിച്ചു. അത് തനിക്ക് ഏറെ വേദനയുണ്ടാക്കി എന്നുള്ളൊരു പരാതിയായിരുന്നു. അതിനുശേഷം മറ്റൊരു പരാതി ഈ വിളിക്കാത്ത, അതായത് ബോബി ചെമ്മണ്ണൂരിനെ ക്ഷണിക്കാത്ത വേദികളിൽ പോലും, ഉദ്ഘാടന വേദികളിൽ പോലും തന്റെ അടുത്തേക്ക് വരികയും നിൽക്കെ തന്നെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നടത്തി എന്നൊരു പരാതിയായിരുന്നു രണ്ടാമത്തേത്. ഈ പരാതിയിൽ വിശദമായ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹണി റോസിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹണി റോസിന്റെ സൗകര്യം കൂടി പരിഗണിച്ച ശേഷം ഇന്ന് തന്നെ വൈകുന്നേരത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിശദമായ മൊഴിയെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ അതിൽ ചുമത്താൻ കഴിയുമോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ BNS-ലെ സ്ത്രീകളെ അപമാനിക്കൽ, ഒപ്പം IT ആക്ട് വകുപ്പ് പ്രകാരമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും അതോടൊപ്പം മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നൽകിയ അഭിമുഖങ്ങൾ കൂടി ശേഖരിച്ച് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നത്. രാഹുൽ ഈശ്വർക്കെതിരെ കൂടി ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ നടത്തിയ ചില പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹണി റോസ് അവരുടെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്ന ഒരു കത്തിൽ രാഹുൽ ഈശ്വറിനെ കൂടി രംഗത്ത് വരുന്നു. ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ താങ്കളാണ് എന്നാണ് ഹണി റോസ് ആരോപിക്കുന്നത്. എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു. പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു. പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിക്കാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല. ഹണി റോസ് വർഗീസും കുടുംബവും എന്നതാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ കത്തിലൂടെ അവർ വ്യക്തമാക്കുന്ന കാര്യം. ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഈശ്വറിനെതിരെ അവർ നടത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരാമർശം അത് ഹണി റോസിനെ വീണ്ടും കടന്നാക്രമിക്കുന്ന രീതിയിലാണ്. അവരുടെ വസ്ത്രധാരണ രീതി അത് പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, അത് ഉചിതമല്ല, അത് അവർ പുനഃപരിശോധിക്കാൻ തയ്യാറാവണമെന്നും തരത്തിലുള്ള ഹണി റോസിനെ കടന്നാക്രമിക്കുന്ന ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂറിന് അനുകൂലമായി ഈ രാഹുൽ ഈശ്വർ നിലപാടെടുത്തത്. ഇപ്പോൾ അതിനെതിരെയാണ് ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഹണി റോസ് ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഉന്നയിക്കുന്നത് എന്നുകൂടി പ്രസക്തമാണ്. ഈ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തുന്ന ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല
ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയവ എല്ലാ സൈബർ ബുള്ളിയിങ്ങുകൾക്കും പ്രധാന കാരണക്കാർ താങ്കളാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ നീക്കം നടക്കുന്നു എന്ന കാര്യമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത്. അതിന് കുറ്റക്കാരൻ രാഹുൽ ഈശ്വറാണ് എന്ന കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഈശ്വർക്കെതിരെയും പോലീസിന് നടപടിയെടുക്കാൻ കാരണമാവുന്ന ആരോപണങ്ങൾ ഈ ഹണി റോസ് ഉന്നയിക്കുന്നു എന്നുകൂടി ഈ കത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഹണി റോസിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തുമെന്ന വാർത്തയ്ക്കിടയിൽ സ്വാഭാവികമായും രാഹുൽ ഈശ്വർക്കെതിരെ വലിയ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നു എന്ന കാര്യം കൂടിയുണ്ട്. അതായത് രാഹുൽ ഈശ്വറിൽ നിന്നുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വറിൽ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന വലിയ ആരോപണങ്ങൾ കൂടിയുണ്ട്. എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകളും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്ന വലിയ ആക്ഷേപം നീക്കമാണിപ്പോൾ ഹണി റോസ് പ്രഖ്യാപിക്കുന്നത്. രാഹുൽ